പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതികരണം നടത്തിയിട്ടുണ്ട്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും LDFിൻ്റെ ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ പരിശോധനയും എല്ലാം തുടർന്ന് നടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ പ്രാഥമികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിലും മെച്ചപ്പെട്ട വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ചിരുന്നത്. അതുണ്ടായില്ല. എന്തുകൊണ്ടതുണ്ടായില്ല എന്നുള്ളത് വിശദമായ പരിശോധന എല്ലാ തലത്തിലും സൂക്ഷ്മതലത്തിൽ തന്നെ മുന്നണി നടത്തും, CPIM നടത്തും. ഇത് പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. പരിശോധിച്ചതിന് ശേഷം എന്ത് എല്ലാം മാറ്റങ്ങളാണോ വരുത്തേണ്ടത്, ഏതെല്ലാം തിരുത്തലുകൾ എവിടെയെല്ലാം ആവശ്യമുണ്ട്, അതെല്ലാം വളരെ ഗൗരവമായും അതുപോലെ തന്നെ സമയബന്ധിതമായും CPMഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അത്തരം കാര്യങ്ങളെല്ലാം ഗൗരവത്തോടെ ആലോചിക്കും. ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തി അതൊക്കെ പരിശോധിക്കുമ്പോഴാണല്ലോ മനസ്സിലാകുക എന്തെല്ലാമാണെന്നുള്ളത്. ബാക്കി പിന്നെ പരിശോധനയ്ക്ക് ശേഷം നിങ്ങളോട് പാർട്ടി നേതൃത്വം തന്നെ അത്തരം കാര്യങ്ങൾ സംസ്ഥാനത്ത് ആകെ ഒരു പൊതു ട്രെൻഡായിട്ടാണല്ലോ കണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന നേതൃത്വം തന്നെ അടുത്ത ദിവസം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അതൊക്കെ പാർട്ടി പരിശോധിക്കുന്നു. അതൊക്കെയാണല്ലോ ഞാനീ പറഞ്ഞതും പാർട്ടിയുടെ ഉന്നത നേതൃത്വം ഇതിനകം വ്യക്തമാക്കിയിട്ടുള്ളതും. ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ ഗൗരവമായും അതുപോലെ തന്നെ സൂക്ഷ്മതലത്തിലും ഈ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച പരിശോധന ഞങ്ങൾ നടത്തും. ആ പരിശോധിച്ച് ഞങ്ങൾ തിരുത്തേണ്ട കാര്യങ്ങൾ ഞങ്ങൾ കണ്ടെത്തുന്നത് ആ അർത്ഥത്തിൽ തന്നെ തിരുത്തലുകൾക്ക് വിധേയമാക്കും. ഇതൊക്കെയാണ് പരിശോധിക്കാനിരിക്കുന്ന കാര്യങ്ങൾ. പരിശോധിച്ചിട്ടാണല്ലോ ഞങ്ങൾ പറയാൻ കഴിയുക. അല്ലാതെ അത് ബി ജെ പിക്ക് അവർക്ക് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. UDFനും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ വളരെ ഗൗരവമായ പരിശോധനക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ വിധേയമാക്കി അത്തരം കാര്യങ്ങളിൽ നിലപാടെടുത്ത് നിങ്ങളോടെല്ലാം പാർട്ടി നേതൃത്വം തന്നെ അത് വെട്ടിത്തുറന്ന് പറയല്ലോ. ശരി, സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നാണ് ഒറ്റയടിക്ക്. അത് നിങ്ങളൊക്കെ ഇപ്പൊ അങ്ങനെയൊന്നും അതൊക്കെ എന്താണ് കോഴിക്കോട്ടായാലും എവിടെയായാലും സംസ്ഥാനത്ത് ഈ പറഞ്ഞല്ലോ ഇടതുപക്ഷം പറഞ്ഞിരുന്നു. അത് ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇങ്ങനെ ഈ നിലയിൽ ചോദിച്ചാലൊന്നും ഉത്തരം ഇപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. പരിശോധിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഒരു അഭിപ്രായം അത് തോന്നി അത് പറയുക എന്നുള്ളതല്ല. ഞങ്ങളുടെ ഒരു പാർട്ടി രീതി അനുസരിച്ച്, മുന്നണിയുടെ രീതി അനുസരിച്ച് ഞങ്ങളിത് ഗൗരവത്തോടെ അത് ഞങ്ങൾക്ക് ഇത് പ്രതീക്ഷിച്ച നിലയിലുള്ള വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാലും ഞങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ഒരു അപ്രതീക്ഷിതമായ ഒരു ഫലമാണ് വന്നിരിക്കുന്നത്. അത് സംബന്ധിച്ച് ഞങ്ങൾ വളരെ ഗൗരവത്തിൽ, ആഴത്തിൽ, സൂക്ഷ്മതലത്തിൽ ഞങ്ങൾ എല്ലാ വിധത്തിലും പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇതൊക്കെ ഓരോന്നോരോന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഏതെങ്കിലും ജനപ്രതിനിധിയുടെ പ്രതിനിധിയായി ഇരിക്കുമ്പോൾ പെരുമാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ശൈലിയിൽ ഇടപെടുന്നതിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതടക്കം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഞങ്ങളതും ഗൗരവമായ ഒരു മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പരിശോധനയ്ക്ക് ഇന്നലെ വരെ നിങ്ങളങ്ങനെ ഒന്നും ആരും ശ്രദ്ധയിൽപ്പെടുത്തിയതായിട്ട് അറിയില്ല. ഇതൊക്കെ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാലകശക്തിയാണല്ലോ മാധ്യമ പ്രവർത്തകർ. നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങളാരും ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇന്ന് വരെ പെടുത്തിയതായിട്ട് ഞങ്ങൾക്കറിവില്ല. ഏതായാലും അത് പേരാമ്പ്ര എന്ന് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഏറ്റക്കുറച്ചിലോടെ ഞങ്ങൾക്ക് വന്നിട്ടുള്ള പ്രതീക്ഷിച്ച തരത്തിലുള്ള വിജയം കൈവരിക്കാൻ കഴിയാത്തതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഗൗരവത്തിലും ആഴത്തിലും സൂക്ഷ്മതലത്തിലും പരിശോധിച്ച് അത് സംബന്ധിച്ചിട്ടുള്ള തിരുത്തലുകൾക്ക് വിധേയമാക്കുമെന്ന് പാർട്ടിയുടെ സമുന്നത നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അത് തന്നെയാണ്, അതിലപ്പുറം ഇപ്പോൾ ഒന്നും പറയാനില്ല. ഓക്കെ.